ഹായ് ഗായ്സ്, നമ്മളെ ലൈഫിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ലല്ലോ നടക്കാറ്. പല സിറ്റുവേഷനിലും നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ നടക്കാറില്ലേ? ഇതെന്താ ഇങ്ങനൊരു ടോക്കിംഗ് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? വരൂ, നമുക്കൊന്ന് ഹംറിയ ബീച്ചിൽ പോയി കുളിച്ചിട്ട് വരാം. അതിരാവിലെ എണീച്ച് കടലിൽ പോയി കുളിക്കണം എന്ന നിയത്ത് വെച്ച് കിടന്നാണ് കേട്ടോ ഇന്നലെ. ബട്ട് ഞങ്ങളെ കണ്ണ് തുറന്നത് ഇന്ന് 8 മണിക്കാണ്. അവിടെ പോയപ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ. കുളിക്കാൻ പോയിട്ട് കണ്ണുപോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ബട്ട് ഗൈസ്, ഞങ്ങൾ ഒട്ടും തളർന്നില്ല കേട്ടോ. കൊണ്ടുവന്ന സാധനമൊക്കെ കാറിൽ തന്നെ വെച്ച് വെയിൽ പോകുന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ കുറച്ച് നടന്നു. വിചാരിച്ച ഹാപ്പിനെസ് നടന്നില്ലെങ്കിലും നടന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്തണം എന്നല്ലേ. സണ്ണിനോട് കിസ് ചെയ്യാൻ പറഞ്ഞ് 2 സൺകിസ്റ്റ് ഫോട്ടോയും എടുത്ത് ഞങ്ങൾ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഷാഡോയും നോക്കി റിലാക്സ്ഡ് ആയിട്ട് നടന്നു. അവിടെ ആകെ ഉണ്ടായിരുന്നത് 2-3 ഫിലിപ്പീൻസ് ഫാമിലി മാത്രമാണ് കേട്ടോ. അവർക്കൊരു പക്ഷേ പ്രശ്നമായിരിക്കില്ല. വെറുതെ എന്തിനാല്ലേ അസുഖങ്ങൾ ചോദിച്ചു വാങ്ങണേ. മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ നല്ല ഭംഗിയുള്ള എൻ്റെയും കുക്കുവിൻ്റെയും ഫേസ് ഡള്ളാവുകയും ചെയ്യും. വെറുതെ എന്തിനാ? വെയിൽ കൊള്ളാതെ എവിടെ നിൽക്കാമെന്ന് ആലോചിച്ച് നടന്നപ്പോഴാണ് കേട്ടോ ഇവിടെ കണ്ടത്. എന്തിന് ടെൻഷൻ, നമുക്ക് പറ്റിയതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കുളിച്ചില്ലെങ്കിൽ എന്താ, കുറച്ച് ആടെങ്കിലും ചേട്ടേ വിചാരിച്ച് കുക്കു അവിടെ പോയിരുന്നു. പിന്നെ ഞാനും ഒന്നും നോക്കില്ല, അങ്ങ് ആടി തിമിർക്കാമെന്ന് വിചാരിച്ചു. 2 ആട്ടം കഴിഞ്ഞപ്പോൾക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങിട്ടോ. എന്ത് സഹിച്ചാലും വിശപ്പ് സഹിക്കാൻ പാടില്ല എന്നല്ലേ പണ്ടുള്ളവർ പറയണത്. അത് മാത്രമല്ല, ആ ഫിലിപ്പീൻ ഫാമിലീസ് ഒരുപാട് വിഭവങ്ങൾ അവിടെ നിരത്തുകയും ചെയ്തു. അവരുടെ തരുകയും ചെയ്യില്ല, നമ്മളെ നോക്കി തിന്നുകയും ചെയ്യും. വാട്ട് എ ക്രൂവൽ ഫാമിലി അല്ലേ. പിന്നെ നമ്മളൊന്നും നോക്കില്ല, ആരും തന്നില്ലേ, പൈസ കൊടുത്ത് വാങ്ങണം എന്നല്ലേ. എവിടുന്ന് കഴിക്കുന്നുള്ളതായിരുന്നു നെക്സ്റ്റ് കൺഫ്യൂഷൻ. കുക്ക് വേണമെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതേ കഴിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ കുക്ക് കൂടുതൽ എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ടേസ്റ്റ് ഫുഡ് മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ചു ഡോറയുടെ ബാക്കിനോട് ചോദിക്കാം. ഡോറ പറഞ്ഞത് പ്രകാരം ഞങ്ങൾ പോയത് അജ്മാനിലുള്ള പുട്ടുകടയിലേക്കായിരുന്നു കേട്ടോ. ഡോറ പറഞ്ഞത് വെറുതെ അല്ല, എത്തിയ സമയം തന്നെ ഇവിടെ നല്ല തിരക്കായിരുന്നു. പുട്ടുകടൻ്റെ പുറത്ത് ഇരിക്കാനുള്ള സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ പുട്ടുകടൻ്റെ ഈ തൊട്ടടുത്തുള്ള ഈ മൊബൈൽ ഷോപ്പ് എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ടിൻ്റെതാണ് കേട്ടോ. ഇവിടെ നോക്കി നിന്നപ്പോഴാണ് എനിക്കും കാര്യം മനസ്സിലായത്. അപ്പോൾ പുട്ടടിച്ചിട്ട് ബാക്കി തള്ളാം, അതല്ലേ അതിൻ്റെ ഒരു ഇത്. അരെ വാ, സംഭവം കിടുക്കിട്ടോ. പുട്ടും അടിപൊളി മട്ടൻ കറിയാണ് കേട്ടോ. എന്താ ടേസ്റ്റ് എന്നറിയോ. പിന്നെ ഈ കോംബോ മാത്രമല്ല കേട്ടോ ഉള്ളത്, വെറൈറ്റി കിടുക്കാച്ചി പല ഐറ്റംസും ഉണ്ട്. നമ്മൾ നല്ല ഗോതമ്പുട്ട് ആൻഡ് മട്ടൻ കറി ആയിരുന്നു. പുട്ടുകടയിൽ പോയി പുട്ട് മാത്രം അടിച്ചാൽ മതി, ബാക്കിയുള്ളവരോട് ഒരു ഡിസ്ക്രിമിനേഷൻ ആയി പോലെ. അങ്ങനെ പുട്ടടിച്ച് പോയ എനർജി എല്ലാം വീണ്ടെടുത്തു. ഇനി അങ്ങോട്ട് പോകുന്നു ഡോറയോട് ചോദിച്ചപ്പോൾ, നിനക്കൊന്നും വേറെ പണിയൊന്നുമില്ലടി, വീട്ടിൽ പൊടിയില്ലേ ഡോറ. കേട്ടപ്പോൾ കുറച്ച് വിഷമമുണ്ട് കായ്, എന്നാലും സാറില്ല, വീട്ടിൽ പോവാം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ഗൈ, ടാറ്റാ.